മറ്റൊരു വാർത്തയിലേക്കാണ്. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഇറക്കിക്കൊണ്ടുപോയതിൽ ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തു. ജോലി തടസ്സപ്പെടുത്തിയതുൾപ്പെടെ 3 പരാതികളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളെ ബലമായി ഇറക്കിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി നന്ദുഷ ചേരുന്നു. നന്ദുഷ, ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള വിവരങ്ങളെല്ലാം പുറത്തായിരുന്നു. ഇപ്പോൾ പോലീസ് കേസും എടുത്തിരിക്കുന്നു. വിവരങ്ങൾ അതിന് കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഈ കുളത്തുമൺ ഭാഗത്തെ പൈനാപ്പിൾ തോട്ടത്തിലെ തൊഴിലാളിയെ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ തൊഴിലാളിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഈ ഗർഭിണിയായ ഭാര്യ MLA-യോട് കരഞ്ഞുകൊണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് MLA വിവരം അന്വേഷിക്കാൻ, എന്തിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. എത്തിയപ്പോൾ ഈ കസ്റ്റഡി രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ രേഖകൾ കൊടുക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് MLA ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. പിന്നീട് ഇത് വലിയ വാർത്തയാവുകയും ഉദ്യോഗസ്ഥരോട് MLA കയർത്തുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, സമയത്ത് ജോലിയിലുണ്ടായിരുന്ന 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടൽ പോലീസിൽ MLA-ക്കെതിരെ പരാതിയും നൽകി. ജോലി തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരാതി നൽകിയത്. ഈ പരാതി പ്രകാരം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇപ്പോൾ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. BNS 132 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും MLA-ക്കെതിരെ കടുത്ത രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടന ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM ഇക്കാര്യത്തിൽ ജനീഷ് കുമാറിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാവിലെ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരുന്നു ജനീഷിന് അനുകൂലമായ നിലപാടുമായി. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജനീഷിന്റെ സമീപനത്തെ മോശമായി കാണാനാകില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. വനം വകുപ്പ് മന്ത്രിയും സർക്കാർ വിഷയത്തിൽ നിഷ്പക്ഷമായ നിലപാടെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടൽ പോലീസ് MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും നാളെ പത്തനംതിട്ട DFO ഓഫീസിലേക്ക് CPM കൂടൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തെ പ്രതിഷേധത്തിൽ വനം വകുപ്പിനെതിരെ CPM-ന്റെ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ജനീഷിനെതിരെ കൂടൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ആതിര.